അർജുനെ കാണാതായിട്ട് നാളുകളേറെയായി. ഇപ്പോഴും ശിരൂരിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ രക്ഷാപ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു സൂചന അർജുനെക്കുറിച്ചും അതുപോലെ അർജുൻ ഓടിച്ചിരുന്ന ലോറിയെക്കുറിച്ചും കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങളും അതേപോലെ തന്നെ അർജുന്റെ കുടുംബവും. എന്തെങ്കിലും ഒരു വിവരം കിട്ടുവാൻ, അവർക്ക് ആശ്വാസമായിട്ട് കിട്ടുവാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവിടെ സ്ലെഡ്ജർ ഉപയോഗിച്ച് മണ്ണുമാറ്റിയുള്ള പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുന്ന് ലോറിയുടെ ഭാഗങ്ങൾ കിട്ടിയിരുന്നു. അതിൽ ചില ഭാഗങ്ങൾ മാത്രമാണ് അർജുന്റെ വണ്ടിയുടേതെന്ന് മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള കൂടുതൽ വലിയ ഭാഗങ്ങൾ കിട്ടിയിരിക്കുന്നത് ഇതിനു മുമ്പ് അവിടെ വീണ ടാങ്കർ ലോറിയുടെ ടയറുകളും ഭാഗങ്ങളുമാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു അസ്ഥി കിട്ടിയിരുന്നു. അത് ശിരൂരിലെ തന്നെ ഹോസ്പിറ്റലിൽ മോർച്ചറിയിലാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. അതിന്റെ DNA ഫലം പുറത്തു വന്നിട്ടുണ്ട്. അതൊരു പശുവിന്റെ ഇതാണെന്ന് കർണാടക സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, അർജുനെ മാത്രം എന്തുകൊണ്ട്, അർജുന്റെ ലോറിയെക്കുറിച്ചും എന്തുകൊണ്ട് ഒരു വിവരവും ലഭിക്കുന്നില്ല? കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപേ മുങ്ങിയപ്പോൾ പറയുകയുണ്ടായി, അടിത്തട്ടിൽ, പുഴയുടെ അടിത്തട്ടിൽ 2 വണ്ടികൾ ഉണ്ടെന്ന്. ആ 2 വണ്ടികൾ താൻ കണ്ടു എന്നുള്ള രീതിയിലൊക്കെ ഈശ്വർ മാൽപേ പറഞ്ഞിരുന്നു. അവിടെ കർണാടക സർക്കാരുമായി ചില പടലപ്പിണക്കങ്ങൾ ഉണ്ടായി. രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് ഈശ്വർ മാൽപേ പിന്തിരിഞ്ഞു പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. എങ്കിൽ പോലും നമ്മുടെ നാട്ടുകാരും അതേപോലെ അർജുന്റെ കുടുംബവും എത്രയും പെട്ടെന്ന് ഇതിൽ ഒരു തീരുമാനമുണ്ടാവുക, ഈ ദൗത്യത്തിന്റെ അവസാനം കാണുക എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോഴും അർജുന്റെ കുടുംബവും കേരള ജനങ്ങളും നോക്കിയിരിക്കുന്നത്. ഓരോ അർജുന്റെ വാർത്ത വരുമ്പോഴും മീഡിയകളിലൂടെയും അല്ലാതെയുമൊക്കെ അർജുന്റെ വാർത്ത കേൾക്കുമ്പോഴും ഉള്ളുരുകിയാണെങ്കിലും നല്ലൊരു വാർത്ത കിട്ടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഒരു പ്രകൃതി ദുരന്തം വന്നപ്പോൾ അതിൽ അകപ്പെട്ടുപോയ ഒരു നിസ്സഹായന്റെ അവസ്ഥയിലായിരുന്നു ഒരുപക്ഷെ ആ സമയത്ത് അർജുൻ. ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ തിരിച്ചു വരില്ലേ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു കാത്തിരിപ്പാണ് ഇപ്പോഴും അർജുന്റെ കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി കൊടുത്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ആ പെൺകുട്ടി ജോലിയിൽ പ്രവേശിച്ചും കഴിഞ്ഞു. അവർക്കൊരു ആശ്വാസം എന്നുള്ള നിലയിൽ ആ ജോലി അവർക്ക് ശുഭസൂചന തന്നെയാണ്. എങ്കിൽ പോലും അർജുനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അവർക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കുമെന്നുള്ള വിശ്വാസവും പ്രാർത്ഥനയുമാണ് നമ്മളെപ്പോലുള്ള ഓരോ ജനങ്ങൾക്കുമുള്ളത്. നമ്മളിൽ ഒരുവനായി, നമ്മുടെ നാട്ടുകാരനായി ജീവിച്ച അർജുൻ, നമുക്ക് അർജുനു വേണ്ടി പ്രാർത്ഥിക്കാം, അർജുനു വേണ്ടി കാത്തിരിക്കാം. ഈ ദൗത്യത്തിൽ തന്നെ അർജുനെ കുറിച്ചുള്ള വിവരവും അതേപോലെ തന്നെ അർജുന്റെ വണ്ടിയെക്കുറിച്ചുള്ള വിവരവും ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഇപ്പോൾ ശിരൂരിലെ രക്ഷാപ്രവർത്തനം ഏകദേശം രാത്രി 7 മണി വരെയെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കർണാടക സർക്കാർ. ഇതിൽ ഏകദേശ സൂചനകൾ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്കൂട്ടറിന്റെ ഭാഗങ്ങളും അതേപോലെ തന്നെ തടിക്കഷ്ണങ്ങൾ, അർജുന്റെ വണ്ടിയിലെ തടിക്കഷ്ണങ്ങൾ, കുറച്ചധികം തടിക്കഷ്ണങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അർജുനായി, അർജുന്റെ ലോറിക്കായി.